നമസ്കാരം സുഹൃത്തുക്കളെ, ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ് വഴുതന പ്രൂൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊരു വഴുതന തൈ നട്ടാൽ, ഒരു മദർ പ്ലാന്റ് നട്ടാൽ ഇത് ഒരു വർഷം കൊണ്ടല്ല, ഒരു 4 വർഷം വരെ 365 ദിവസവും എങ്ങനെ നമുക്ക് വഴുതന വിളവെടുക്കാം എന്നുള്ള രീതിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നത് നമ്മുടെ പാലക്കാട് ജില്ലയിലെ നല്ലേപ്പിള്ളിയിലുള്ള ശശികല ചേച്ചിയാണ്. ശശികല ചേച്ചി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് മുന്നേ നമ്മൾ ശശികല ചേച്ചിയുടെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ശശികല ചേച്ചി ഇതിനെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇന്ന രീതിയാണ്, ഇന്നതാണ് കാര്യങ്ങൾ എന്നുള്ളത് പറഞ്ഞു തരും. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ടോട് കൂടി നമ്മുടെ കൂടെ ഉണ്ടാവുക. നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളെ ഫോളോ ചെയ്യുക, നമ്മുടെ യൂട്യൂബിൽ കയറി നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക, എല്ലാ ആളുകളിലേക്കും എത്തിക്കുക. കാരണം ഇതുപോലുള്ള എല്ലാവരിലേക്കും എത്തട്ടെ. അപ്പോൾ ഓർഗാനിക് കേരളത്തിൻ്റെ ഈ ഒരു പുതിയ വീഡിയോ നമുക്ക് എന്തൊക്കെയാണ്, ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ശശികല ചേച്ചിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമ്മൾ എന്താണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ്, നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് എന്താണ്? നമ്മൾ ഒരു വഴുതന എങ്ങനെ പ്രൂൺ ചെയ്ത് നിർത്തി 4 വർഷത്തോളം അതിൽ നിന്ന് ഏറ്റവും നല്ല വിളവെടുക്കാം, ഏറ്റവും കൂടുതൽ വിളവ് എങ്ങനെ കിട്ടും എന്നുള്ളതിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. തുടർച്ചയായിട്ട് ഒരു തൈയിൽ നിന്ന് വിളവെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ അങ്ങനെ ഒരു തയ്യിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്, അപ്പോൾ അത് നമുക്കും അതറിയാനുള്ള വലിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു വഴുതന ഇപ്പോൾ ഇതുപോലെ നിർത്തുമ്പോഴേ അതിന് അത്രയും കാലം നിൽക്കാനുള്ള ഒരു എനർജി അതിന് വേണ്ടേ? ആ ഒരു വഴുതന തൈന് വേണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു മാതൃസസ്യത്തെ എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? ഇല്ല, അത് നമ്മളുടെ കയ്യിലുള്ള ഇപ്പൊ ഇവിടെ നിൽക്കുന്ന വഴുതനയിൽ നിന്ന് ഏറ്റവും നല്ല ഗ്രോത്ത് ഉള്ള, ഏറ്റവും കൂടുതൽ വിളവ് തരുന്ന, രോഗപ്രതിരോധ ശേഷിയുള്ള നല്ലൊരു സസ്യത്തിൽ നിന്ന് ഏറ്റവും നല്ല വലിയൊരു കായ തിരഞ്ഞെടുത്ത് അതിൽ നിന്നെടുക്കുന്ന വിത്താണ് നമ്മൾ വിത്ത് പാകിയിട്ട് വീണ്ടും മുളപ്പിക്കുന്നത്. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന തൈകൾക്ക് ആ ഒരു എനർജി ഉണ്ടാകും. മാത്രമല്ല 3 പ്രാവശ്യം 4 പ്രാവശ്യം കഴിഞ്ഞ് നമ്മൾ വിത്ത് പാകി വരുമ്പോൾ അത് തനി നാടൻ വിത്തായി വരികയാണ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഒന്നെങ്കിൽ VFPCKയിൽ നിന്നോ അല്ലെങ്കിൽ പെരുമാട്ടിയിലെ അഗ്രിപ്രോയിൽ നിന്നൊക്കെയാണ് നമ്മൾ തൈകൾ കൊണ്ടുവന്ന് നട്ടത്. അപ്പോൾ ആ നട്ട തൈകളെ നമ്മൾ വീണ്ടും അതിൽ നിന്നെടുത്ത് മുളപ്പിച്ച് വരുമ്പോൾ ശരിക്കും തനി നാടനായി വരും. അങ്ങനെയാണ് നമ്മൾ നാടൻ തൈകളാക്കി എടുക്കുന്നതിന്. അപ്പോൾ ഈ നാടൻ വഴുതന തൈയാണ് നമ്മൾക്ക് 4 വർഷം 5 വർഷം നല്ലതുപോലെ വിളവ് തരുന്ന ഒരു തൈയായിട്ട് നിൽക്കുന്നത്. ഒരു സംശയം ചോദിച്ചോട്ടെ, നമ്മൾ ഇപ്പോൾ എല്ലാ ഇനം വഴുതനകളും ഇതേ രീതിയിൽ പ്രൂൺ ചെയ്ത് നിർത്താൻ പറ്റുമോ? നമുക്കത് സെലക്റ്റീവ് ആണോ സാധാരണ? ഞാൻ അങ്ങനെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ കഴിയത്തില്ല. കാരണം ഞാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന 2 തരം വഴുതന, അതായത് തമിഴ്നാട്ടിൽ പറയുന്ന ഉണ്ടക്കത്രിക്ക എന്ന് പറയുന്ന, നമ്മൾ സാധാരണ സാമ്പാറിലൊക്കെ ഇടുന്ന നീല വഴുതനങ്ങ, നീല കത്രിക്ക, അതും പച്ച സാധാരണ വഴുതനങ്ങ, ഇത് രണ്ടും, പച്ച നീളമുള്ള വഴുതനയും ഈ ഉണ്ട വഴുതനയും, ഇത് രണ്ടും ഞാനിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് 4 വർഷമായിട്ട് ഞാൻ നിലനിർത്തിയിരിക്കുന്ന വഴുതന ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. വളരെ നന്നായി കായ്ച്ചു നിൽപ്പുണ്ട്. 2 ഇനങ്ങളിലും പെട്ട വഴുതനയിൽ പച്ച വഴുതന 4 വർഷമായതാണ്. നീല വഴുതന 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എവിടെയുണ്ട്? ഇതിന്റെ പ്രൂണിങ് എങ്ങനെ ചെയ്യാന്ന് നോക്കിയാലോ? തീർച്ചയായിട്ടും കാണിച്ചു തരാം. ശശികലേച്ചി, നമ്മൾ ഫസ്റ്റ് പ്രൂൺ ചെയ്യുമ്പോൾ വഴുതനയുടെ പ്രൂണിംഗ് ആണല്ലോ നമ്മൾ കാണിക്കുന്നത്. അതെ. എന്താണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്, ഇതിലിപ്പോൾ 2 ബ്രാഞ്ച് വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഒരു പ്രൂണിംഗ് കഴിഞ്ഞതാണ്. ഇതിന്റെ ആദ്യം വന്ന സമയത്തുള്ള ഒരു പ്രൂണിംഗ് കഴിഞ്ഞതിന് ശേഷം ഉള്ളതാണ് ഇപ്പൊ ഈ നിൽക്കുന്ന 2 ബ്രാഞ്ച്. ഇതിപ്പോ ഒരു 15-20 ദിവസമായിട്ടേ ഉള്ളൂ. 20 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ എങ്ങനെയാണ് ഇത് ചെരിച്ച് കട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കത്രിക ഇങ്ങനെ ചെരിച്ച് പിടിക്കുക, ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഇലയിൽ ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇതുകൊണ്ട് ഒറ്റ കട്ടിങ്ങിന് ഇത് മുറിഞ്ഞു പോരണം. അതെ. അതേപോലെ തന്നെ ഇതിൻ്റെ തലപ്പ് നമ്മൾ മുറിക്കുകയാണ്. ഇങ്ങനെ കത്രിക ചെരിച്ച് പിടിക്കുക, തുമ്പത്ത് ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ തുമ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഇപ്പം നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ചാണകമാണ് വെച്ച് കൊടുക്കേണ്ടത്. പക്ഷെ ഇപ്പം നമ്മൾ ചാണകം കയ്യിൽ കരുതിയിട്ടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടുന്ന് ലേശം മണ്ണെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ പച്ചച്ചാണകം കരുതിയിട്ടില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ലേശം മണ്ണെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെയൊന്ന് മുട്ടിച്ചു കൊടുക്കും.
ഓ ശരി. അപ്പോൾ അവിടെ വേരൊന്നും വരില്ല, മണ്ണ് വരില്ല, വേര് വരില്ല. ഇത് നമുക്ക് ഇതിപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ മണ്ണങ്ങ് ഒഴുകി പോകും. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിങ്ങനെ വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്നൊരു ഈ ചെടി മുറിച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്നൊരു വെള്ളം അങ്ങനെ ഒഴുകി വരും ഈ സസ്യത്തിൽ നിന്ന്. അപ്പോൾ നീര് അപ്പോൾ ആ നീരങ്ങ് വറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ലേശം മണ്ണ് ഇവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിലും വെച്ചില്ല. അപ്പോൾ ശരിക്കും ഇവിടെ പച്ചച്ചാണകമാണ് നമ്മൾ വെക്കേണ്ടത്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ അടുത്ത ചെടിയിൽ കാണിച്ചു തരാം. ഇവിടെ അടുത്ത മൂത്തത് വേറെ ചെടി നിൽപ്പുണ്ട്. അപ്പം നമുക്ക് അതിൽ നിന്ന് നമ്മൾ അടുത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം. ഉണ്ട കത്രികയാണ്, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഉണ്ട കത്രികയാണിത്. ഇത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ വിത്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഹൈബ്രിഡ് വിത്താണ്. അപ്പോൾ ഇത് ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ പ്രൂൺ ചെയ്ത് ഇങ്ങനെ നിർത്തി ഇതിൻ്റെ വിത്തെടുത്ത് 3 പ്രാവശ്യം 4 പ്രാവശ്യം 4 തലമുറ കഴിയുമ്പോൾ ഇത് നമ്മളുടെ ശരിക്കുള്ള നാടൻ ഇതിലേക്ക് വരും. അപ്പം ഞാനിപ്പോൾ അടുത്ത സ്റ്റെപ്പ് കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ചെറിയ ചെറിയ തൈകൾ നിൽക്കുന്നുണ്ട്. ഈ ചെറിയ തൈകളൊക്കെ ഇതിൻ്റെ കള പറിച്ച് മണ്ണ് ചേർക്കേണ്ട സമയമായി. കൊടും മഴ കാരണം ഈ ഭാഗത്തേക്ക് നമുക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ. ഇത് കണ്ടോ, ഇതിൻ്റെ ഇടയിൽ ഇത് കണ്ടോ, അല്ല ഇത് ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ വരുന്നതിനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. കാരണം ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മണ്ണോ ചാണകമോ വെക്കണം. ഇതിലിപ്പം വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതിലിപ്പോൾ 3 ബ്രാഞ്ച് വേറെ നിപ്പുണ്ട്. അപ്പോൾ ഇത് വെച്ചില്ലെങ്കിലും ഇത് തന്നെ വന്നോളും. ഇതിന് ഇതാ ഇത് കണ്ടോ, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇതാ ഇവിടെ 2 ബ്രാഞ്ച് വേറെ നിപ്പുണ്ട്. ഇതിൽ പൂത്ത് കായും ഉണ്ട്. അപ്പോൾ ഇത് ഉണങ്ങി പോവില്ല. അപ്പോൾ ഇത് നമുക്ക് ധൈര്യമായിട്ട് ഇതിങ്ങനെ നിർത്താം. അപ്പോൾ ഇതിലിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെയും സൈഡ് ഇതാ ഇങ്ങനെ ചെരിച്ച് പിടിച്ചു കട്ട് ചെയ്തു. അതെ, കുറച്ചുകൂടി പ്രായം ചെന്നതാണിത്. അപ്പോൾ ഇത് നമുക്ക് ഇതാ ഇവിടെ വഴുതനയുടെ പൂവായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്നത് മൊട്ടും പൂവാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഇത് ഇനി കായ്ച്ചതിന് ശേഷമായിരിക്കും നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2 എണ്ണം കട്ട് ചെയ്തു. ഇനി അടുത്ത് ഇതിൻ്റെ വിളവെടുത്ത് കഴിയുമ്പോൾ ഇത് കട്ട് ചെയ്ത് വിടും. ഇതിൽ നമ്മൾ മണ്ണോ ചാണകമോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. ഇതിപ്പം വെച്ചില്ലെങ്കിലും നമുക്ക് പ്രശ്നം വരില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കയറി വരും. അതെ. അപ്പോൾ ഇത് നമ്മൾ 15 ദിവസം മുതൽ തന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ. ഇതിപ്പോ അതിന്റെ രണ്ടാം ഘട്ടത്തിലുള്ള പ്രൂണിംഗ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓരോ ശാഖകളായി വരുമ്പോഴും അതിൽ നിന്ന് കായ് വന്നു കഴിഞ്ഞതിന് ശേഷം അതിന്റെ അടുത്തത് കട്ട് ചെയ്യും. കായ് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെയൊക്കെ കട്ട് ചെയ്ത് കളയും. ഈ താഴെ ഈ 3 ബ്രാഞ്ച് ഉണ്ടല്ലോ, എത്ര ബ്രാഞ്ചാണോ ഉള്ളത് അത്രയും ബ്രാഞ്ച് മാത്രമായിരിക്കും നിർത്തുക. ഇങ്ങനെ ഈ ഉണങ്ങി വരുന്ന ഇലയുണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. മണ്ണ് വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, വേണ്ട. അന്നേരം നമ്മൾ ചാണകം മുകളിൽ ഇങ്ങനെ തളിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അന്നേരം നമ്മുടെ കയ്യിൽ ജീവാമൃതം ഉണ്ടാവും. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ കമ്പ് ജീവാമൃതത്തിൽ മുക്കും. അതെ. ജീവാമൃതത്തിൽ മുക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ജീവാമൃതത്തിലാണ് നമ്മൾ സാധാരണ ഇത് മുക്കേണ്ടത്. ഇങ്ങനെ ശരിക്കും നമുക്ക് 4 വർഷം വരെ ഒരു വഴുതനയുടെ മദർ പ്ലാന്റിൽ നിന്ന് നമുക്ക് ഇത്രയും വിളവ് കിട്ടും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഈ വഴുതനയിൽ നമ്മൾ നിർത്തുന്നതിനേക്കാളും നമുക്ക് ഈ വഴുതന ചുണ്ടയിലേക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. കേട്ടിട്ടുണ്ടാവും. അപ്പം ആ വഴുതനയിൽ നിന്ന് ചുണ്ടയിലേക്കാണ് ക്രാഫ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 5 to 7 വർഷം വരെ നിർത്താം ചുണ്ടയിലേക്ക്. ഇനി ഒരു ചുണ്ട നമുക്ക് ഇവിടെ നിപ്പുണ്ടെന്നിരിക്കട്ടെ, ആ ചുണ്ടയിൽ എത്ര ബ്രാഞ്ചസ് ഉണ്ടോ അത്രയും ബ്രാഞ്ചസിലേക്ക് ഓരോ വഴുതനയുടെ പീസസ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിലെല്ലാം അത് വഴുതനയായി മാറും. ഓക്കെ. അപ്പൊ അതൊരു 7 വർഷം വരെ നിൽക്കും. അങ്ങനെ വരുമ്പോഴേ ഈ ചുണ്ടയുടെ ഇതിന്റെ ഒരു ടേസ്റ്റിലോ ഇല്ല വരില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മള് ബഡ് ജാതി വാങ്ങുന്നു, മറ്റേതെങ്കിലും സസ്യത്തിന്റെ ടേസ്റ്റ് ജാതിക്ക് വരുന്നുണ്ടോ? രാവണമാവ് വയ്ക്കുന്നുണ്ട്, ഒരു മാവിൽ തന്നെ 10 മാവിന്റെ തലകൾ കൊണ്ട് വെക്കുന്നുണ്ട്. ഏതിലെങ്കിലും വേറെ ടേസ്റ്റ് വരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതേപോലെ തന്നെയാണ് ഇതിന്റെ ഗ്രാഫ്റ്റിംഗ്. ശ്രദ്ധിക്കേണ്ടത് ഈ മദർ പ്ലാന്റിന്റെ ഒരു എനർജിയാണ്. നല്ലോണം നമ്മൾ ശ്രദ്ധിച്ച് കൊണ്ടുവരുന്നതാണെങ്കിൽ ഇപ്പൊ മദർ പ്ലാന്റ്സ് ഇവിടെ വേറെ നിപ്പുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഉണ്ട വഴുതനയുടെ വലിയ വഴുതനങ്ങ കായ്ക്കുന്നത്, നല്ല വലിയ വഴുതനങ്ങ കായ്ച്ചു കിടക്കുന്ന ചെടി ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതിന് മുമ്പ് നമ്മൾ 1 വർഷമായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന തൈ കാണിച്ചു തരാം. അത് കുറച്ചും കൂടി ഇങ്ങനെ കൂട പോലെ ഉണ്ടാകും. ഇതിപ്പം നമ്മൾ ഈ വർഷം നട്ടിട്ടല്ലേ ഉള്ളൂ. മറ്റേത് നമ്മൾ നട്ട് 1 വർഷമായ തൈയുണ്ട്. അതേലെ ഈ പ്രാവശ്യത്തെ വിളവ് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കത് നോക്കാമെന്നാ. നമ്മളിപ്പോൾ അതിൻ്റെ 2 സെക്ഷൻ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ മൂന്നാമത് എന്താണ് അതിൻ്റെ ഒരു രീതി? മൂന്നാമത്തെയാണിത്. ഇതിപ്പോൾ ഏകദേശം 1 വർഷം ആയ വഴുതനയാണ്. കഴിഞ്ഞ വർഷത്തെ ഈൽഡ് കഴിഞ്ഞു. ഇത് പ്രൂൺ ചെയ്തു. ഇതിപ്പോൾ ശരിക്കും ഒരു കൂട പോലെ ഉണ്ട് ഇല്ലേ? ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, നമ്മുടെ ചെണ്ടുമല്ലി വളർത്തുന്ന ഒരു മെത്തേഡ്.
ഇത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ ചെണ്ടുമല്ലി വളർത്തുന്നത് ഇതിൽ കീടങ്ങളും ചെയ്തേല്. അപ്പോൾ ഈ ചെണ്ടുമല്ലി ഇതിന്റെ ഒപ്പം വളർത്തുന്നതിന്റെ കാര്യം ഇതിൽ കീടങ്ങളും മിത്ര കീടങ്ങൾ ഇതിലുണ്ടാകും. അപ്പൊ ഇതിലേക്ക് വരുന്ന ശത്രു കീടങ്ങളെ ഇത് ആകർഷിക്കും. ഇതിലൂടെ നമ്മളുടെ പ്രതിരോധ ശേഷി ഇതിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സസ്യത്തെ നട്ടു വളർത്തിയിരിക്കുന്നത്. ഇത് കണ്ട, ഇത് നമ്മുടെ വഴുതന കാഴ്ച കിടക്കുന്നത്. അതുപോലെ ഇത് മാത്രമല്ല, ഇതിൽ നിറയുണ്ട്. ഇതിൽ നമുക്കിതാ ഇപ്പോൾ ഇത് കണ്ടോ, ഇത് നിർത്തിയിട്ട് 1 വർഷമായിട്ടുള്ള ഇത് കണ്ടോ ഇതിൽ. അപ്പോൾ ഇത് നമുക്ക് ഇതാ ഇതുണ്ടോ, അടി മുതലാണ് ഇതിൻ്റെ കായ് വരുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് ഞാൻ പറഞ്ഞായിരുന്നു എന്നും കായ്കറി നമുക്ക് വഴുതനങ്ങ എന്നും പറിക്കാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് നമ്മളിപ്പോൾ ഇന്ന് പറിച്ചു എന്നിരിക്കട്ടെ, 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ചെറുത് പറിക്കാൻ പറ്റും. അത് കഴിയുമ്പോഴത്തേക്കും അതിലും ചെറുതായി ഇവിടെ ഉണ്ട്. അപ്പോൾ 2 or 3 വഴുതന നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തേക്ക് ആവശ്യമായിട്ടുള്ള വഴുതനങ്ങ നമുക്ക് 365 ദിവസത്തേക്കും കിട്ടും. അപ്പം ഞാൻ പറയുന്ന മറ്റൊരു ഇത് മൊത്തം ഇത് ഞാൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്തിരിക്കുന്നതാണ്. ഇതെൻ്റെ വഴുതനത്തോട്ടാണ്. ഇങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇതിനകത്ത് 200 വഴുതന തൈ ഉണ്ട്. ഇതിനകത്ത് 200 വഴുതന തൈ നട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ചെയ്യിക്കുന്നത്. പിന്നെ ഇതിന്റെ ഇടയിൽ നമ്മൾ വെണ്ട നട്ടിട്ടുണ്ട്, അതിന്റെ ഇടയിൽ പയറുണ്ട്. കുറച്ച് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു അസുഖം വരികയാണെങ്കിൽ ഇതിനെന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ അതിനൊരു വിദ്യ പറഞ്ഞുതരാം. വെണ്ടയ്ക്ക് വഴുതനയ്ക്ക്. അപ്പൊ അതായത് ഇതിന് വരാതിരിക്കാൻ വന്നിട്ട് ചികിത്സിക്കുന്നതല്ല, നമ്മൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജീവാമൃതവും പത്തില കഷായവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇതല്ലാണ്ട് മറ്റൊരു സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം കൊണ്ട് നമ്മുടെ ഇതിൻ്റെ ഇലകളിലൊന്നും മുഞ്ഞയോ അല്ലെങ്കിൽ മറ്റുള്ള ഈ വെള്ളീച്ച പോലത്തെ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിലെ കഞ്ഞിവെള്ളം, നമ്മൾ ഇന്ന് ചോറ് വാർക്കുന്ന കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലൊഴിച്ച് പുളിക്കാൻ വെക്കുക. നാളെയും നമ്മൾ ചോറ് വാർക്കുന്ന കഞ്ഞിവെള്ളം അതേപോലെ ഒഴിച്ചു വെക്കുക. അങ്ങനെ അതേ വെള്ളത്തിലേക്ക് ഒഴിച്ചു വെക്കുക. അങ്ങനെ ഒരു 3 ദിവസത്തെ കഞ്ഞിവെള്ളം ആയി കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ പുളിക്കും. അതൊരു ബക്കറ്റിനകത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു ബക്കറ്റിന് അതിനകത്തേക്ക് നമ്മളുടെ പച്ചക്കറികളുടെ വേസ്റ്റൊക്കെ ഇട്ട് വയ്ക്കാം. വീട്ടിലരിയുന്ന ഉള്ളിയോ പയറോ എന്തിൻ്റെ ആണെങ്കിലും വേസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് വയ്ക്കാം. 3 ദിവസം ആയി കഴിയുമ്പോൾ അത് നല്ലപോലെ പുളിക്കുകയും ചെയ്യും. അതിനകത്ത് നോക്കിയാൽ കാണാൻ കുറേ പ്രാണികളൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പം മുകളിൽ നിന്ന് ആ പ്രാണികളൊക്കെ കൈകൊണ്ട് ഇങ്ങനെ കോരി അങ്ങ് കളഞ്ഞതിന് ശേഷം അതിനെ നല്ലതുപോലെ ഒന്ന് കൈയിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് അതിനകത്ത് കിടക്കുന്ന നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ നല്ലപോലെ തിരുമ്മി പിഴിഞ്ഞ് ഒരു തുണി കൊണ്ട് മറ്റൊരു ബക്കറ്റിലേക്ക് അരിച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 2 ഇരട്ടി വെള്ളം നേർപ്പിച്ചിട്ട് നമ്മൾ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒന്നും ചേർക്കണ്ട. ആ കഞ്ഞിവെള്ളത്തിനകത്ത് 2 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിക്കുക. എന്നിട്ട് ആ പുളിച്ച കഞ്ഞിവെള്ളം ഇതിനകത്ത് ഇങ്ങനെ ഒന്ന് മുക്കി കൊടുക്കുക. ഇതിന്റെ തല ഇങ്ങനെ ഒന്ന് മുക്കി കൊടുക്കുക. മനസ്സിലായില്ലേ? എന്നിട്ട് ബാക്കിയുള്ളതിൽ കഞ്ഞിവെള്ളം ഇങ്ങനെ നമ്മളിങ്ങനെ മുകളിൽ നിന്നും തളിച്ചു കൊടുക്കുക. ഇല ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് അടിയിൽ നിന്ന് ഇങ്ങനെ തളിച്ചു കൊടുക്കുക. ഇതിന് നടുമ്പം മുതൽ ചെയ്യാം. നട്ട് ഒരു 2 ദിവസം 3 ദിവസമൊക്കെ കഴിയുമ്പോൾ മുതലേ നമുക്ക് ഈ സംഭവം ചെയ്തു കൊടുക്കാം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുഞ്ഞെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പയറിലൊക്കെ വന്നിരിക്കുന്ന ഒരു കറുത്ത സാധനം കണ്ടിട്ടുണ്ടാവും നിങ്ങളിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുപോലെ തന്നെ വഴുതനയുടെ ഇലകളിൽ വരുന്ന ഒരു ഏറ്റവും പ്രധാന ഒരു രോഗമാണ് ഈ വെള്ളീച്ചയുടെ പ്രശ്നം. ഇതിലൊന്നും ഇല്ല ഇപ്പോൾ. ഇതൊക്കെ നല്ല ഫ്രഷ്, ഇത് കണ്ട ഏറ്റവും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ചെടികളാണിത്. ഇവിടെ ഒന്നും ഒരൊറ്റ കീടങ്ങളോ രോഗങ്ങളോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ഒരു ചെടി പോലും എവിടെയെങ്കിലും 1 അരയോ നമുക്ക് വേണ്ട ഇതുപോലെ വാടി നിൽക്കുന്ന കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾക്ക് ദ്രുതവാട്ടം മാത്രമല്ല, ഇതിനകത്ത് തണ്ടുതുരപ്പൻ പുഴു എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മളിങ്ങനെ തുറന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു തരം പുഴു ഉണ്ടാകും. ഇതിനകത്തേക്ക് പുഴു കാര്യമായിട്ട് വളർന്നിട്ടില്ലത്, അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമ്മളങ്ങ് മുറിച്ചു കളയും. അപ്പോൾ അന്നേരം നമുക്ക് ഇതിനകത്ത് വേറെ ഈ തണ്ടുതുരപ്പൻ പുഴുവാണ് നമ്മുടെ വഴുതനങ്ങയുടെ അകത്തും പുഴുവായിട്ട് വരുന്നത്. ഇതിനുള്ള പ്രതിവിധി നമ്മൾ ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ തലയങ്ങ് കട്ട് ചെയ്തിട്ട് ഇതിനെ ദൂരെ മാറ്റി കളയുക. ഇത് ഇവിടെ ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ അടുത്ത സസ്യത്തിലേക്ക് ഇത് ബാധിക്കും, വീണ്ടും വരും. അപ്പം ഇതിനെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ അതങ്ങ് കട്ട് ചെയ്ത് ദൂരെ മാറ്റി കളയുക. ഈ തണ്ടുതുരപ്പൻ പുഴുവിന് നമ്മളിത് തുറന്നിട്ട് ഇതിനകത്ത് മരുന്നൊഴിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ കഞ്ഞിവെള്ളത്തിന്റെ പ്രതിവിധി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ കാര്യമായിട്ട് ബാധിക്കില്ല. കാരണം ശൽക്കങ്ങൾ വന്ന് മുട്ടയിടാനുള്ള സാധ്യത എങ്ങനെയാണ്? ഇതിൽ നമ്മൾക്ക് ഇത് വളരാനുള്ള അനുവാദം കൊടുക്കുമ്പോഴാണ്. അപ്പം നമ്മൾ ഈ കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ച് തളിക്കുമ്പോൾ ഒരു ഈച്ചയോ പ്രാണിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും.
അതും ഒട്ടിപ്പിടിച്ചിരിക്കും, പിന്നെ അവർക്ക് പോകാൻ വഴിയില്ല. പിന്നെ വേറൊരു കാര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഉറുമ്പ് വന്നിട്ടാണ് ഈ നമ്മുടെ ഈ മുഞ്ഞെന്ന് പറഞ്ഞ സാധനത്തിന് അല്ലെങ്കിൽ ഈ വെള്ളീച്ച പോലത്തെ സാധനത്തിന് അടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന മിലിബഗ് എന്ന് പറയുന്ന സാധനത്തിനെ കൊണ്ടുപോയി മറ്റൊരു സസ്യത്തിലേക്ക് വെക്കുന്നത്. അപ്പോൾ അതിന് കിട്ടുന്ന ഉറുമ്പിന് കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മധുരമുള്ള ആ നീരാണ് ഉറുമ്പിന് കിട്ടുന്ന പ്രതിഫലം. ഈ ഉറുമ്പിന് അതിൻ്റെ മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിനെ കൊണ്ടുപോയി മറ്റൊരു സസ്യത്തിലേക്ക് വെക്കുന്നത്. അപ്പോൾ ഇതിൽ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പുളിപ്പായിരിക്കും, മധുരം ഉണ്ടാവില്ല. അപ്പോൾ ഉറുമ്പിൻ്റെ പ്രതിഫലം കിട്ടാതിരിക്കുമ്പം ഉറുമ്പ് ഇതിനെ എടുത്ത് മറ്റൊരു സസ്യത്തിലേക്ക് കൊണ്ടുപോകില്ല. അതുകൊണ്ട് ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നമ്മൾ നേർപ്പിച്ച് തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ മുഞ്ഞ, വെള്ളീച്ച, മിലിബഗ് ഇതിൻ്റെ മൂന്നിൻ്റെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഓക്കെ, ആദ്യം ചിത്രകീടത്തിൻ്റെ നമുക്ക് അതിൽ കാന്താരി ഗോമൂത്ര മിശ്രിതം ചെയ്ത് കഴിഞ്ഞാൽ ചിത്രകീടത്തിൻ്റെ പ്രശ്നം വരില്ല. പിന്നെ ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. 10 മില്ലി ആവണക്കെണ്ണ, 5 മില്ലി വേപ്പെണ്ണ, ഒരു 20 ml വെള്ളം, മൂന്നും കൂടി ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് നല്ല ശക്തിയായിട്ട് കുലുക്കുക അതിനെ. അപ്പോൾ അത് കറക്റ്റ് നല്ല പാല് പോലെ ആയി വരും. അതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇത് നമ്മളുടെ എല്ലാ ചെടികൾക്കും ആഴ്ചയിൽ ഒരു ദിവസം തളിച്ചു കൊടുക്കുക. ഒരു രോഗമോ കീടമോ അല്ലെങ്കിൽ ഒന്നും നമ്മുടെ സസ്യങ്ങളെ ബാധിക്കില്ല. ഇതുപോലെ ഭംഗിയായിട്ട് നിൽക്കും നിങ്ങളുടെ തോട്ടം. ഇതെല്ലാം സുഭാഷ് പലേക്കറുടെ നിർദ്ദേശപ്രകാരം അല്ല, വേപ്പെണ്ണയും ആവണക്കെണ്ണയും സുഭാഷ് പലേക്കർജി പറഞ്ഞു തന്നതല്ല. വേപ്പെണ്ണയും ആവണക്കെണ്ണയും നമ്മളുടെ ജൈവ രീതിയിലുള്ള നമ്മൾ ചെയ്യുന്നതാണ്. സുഭാഷ് പലേക്കർജി പറഞ്ഞത് പത്തില കഷായം, ഗോമൂത്ര കാന്താരി കീടനാശിനി, അതേപോലെ തന്നെ കയ്പുള്ള ഏതെങ്കിലും 5 ഇലകൾ, ഇപ്പോൾ സീതാരങ്ങയുടെ ആകാം, ആര്യവേപ്പിൻ്റെ ആകാം, പപ്പായയുടെ ആകാം, ചെമ്പരത്തിയുടെ ആകാം, നമ്മളുടെ കൈപ്പക്കയുടെ ആകാം, ഇങ്ങനെയുള്ള ഇലകൾ, എരുക്ക്, ആവണക്ക്, ഉങ്ങ്, ഇങ്ങനെയുള്ള ഇലകളെല്ലാം കുത്തിച്ചതച്ച്, ശീമക്കൊന്ന, ഇതെല്ലാം കുത്തിച്ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പുകയിലും അരച്ച് ചേർത്ത് അതിനെ നല്ലപോലെ തിളപ്പിച്ച് പിഴിഞ്ഞെടുത്ത് വീണ്ടും അതിനെ അരിച്ച് അതിനകത്തേക്ക് നമ്മൾ 1:8 വെള്ളം മിക്സ് ചെയ്ത് ചെടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയപ്പെടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന പത്തില കഷായം ചെയ്യാൻ ഒരല്പം മെനക്കേടാണ്. സാധാരണ പെൺപിള്ളേരൊന്നും അതിന് മുതിരില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 5 ml വേപ്പെണ്ണ, 10 ml ആവണക്കെണ്ണ, 20 ml വെള്ളം ഒരു കുപ്പിയിലൊഴിച്ച് നല്ലപോലെ ഷേക്ക് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതിനെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട കീടങ്ങളും രോഗങ്ങളും ഒക്കെ പൊയ്ക്കോളും. അപ്പോൾ നമുക്കിത് 3 വർഷം കഴിഞ്ഞ വഴുതനയാണ് നമ്മൾ നിൽക്കുന്നത്. 4ാമത്തെ വർഷത്തെ കായ്പാണിത്. ഇതും കായ്ച്ചു കഴിഞ്ഞ് ഏകദേശം ഇപ്പം രതീഷ് എത്തിയിരിക്കുന്നത് കായ് മുഴുവൻ തീരുന്ന ഒരു പരുവത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇത് കണ്ട ഏറ്റവും താഴത്തെ ശിഖരമാണ് ഈ കിടക്കുന്നത്. അതിൽ വരെ നമുക്ക് ഇത് കണ്ട കായുണ്ട്. ഇതിലുണ്ട് ഇപ്പോഴും പൂക്കൾ വന്നിരിക്കുന്നത് കണ്ട. അപ്പോൾ ഈ വരുന്ന പൂക്കൾ ഇനിയിപ്പോൾ ഒരു 3 മാസത്തിനകം നമുക്കിത് വിളവെടുക്കാൻ പറ്റും. ഒരു കൊലയായിട്ടാണ് ഇതിൽ പൂക്കുക. ഇതിപ്പോൾ ഓരോന്നോരോന്നല്ലേ ഉള്ളൂ. എല്ലാത്തിൻ്റെയും പറിച്ചതിന് ശേഷം അറ്റ് ലാസ്റ്റ് ഉള്ളതാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇങ്ങനെ കൊലയായിട്ടാണ് ഇത് പൂക്കുക. കണ്ടോ ഇത് കണ്ടോ. ഈ പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്നതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇങ്ങനെ കൊലയായിട്ടാണ് വഴുതന പൂക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ 4ാമത്തെ വർഷത്തെ വഴുതനങ്ങ കായ്ച്ചിരിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ഇത് വിളവെടുപ്പാണ്. ഇത് കണ്ട. ഇതിൻ്റെ നമ്മളിങ്ങനെ ഇനിയും പ്രൂൺ ചെയ്യും. ഇത് വീണ്ടും നമുക്കൊരു 1 വർഷത്തേക്കും കൂടി ഒക്കെ നിൽക്കും. നല്ലതുപോലെയൊക്കെ കായ കിട്ടും. ഇതിപ്പോൾ ലാസ്റ്റ് കായ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിരിക്കുന്നത്. ഇത് ഇനിയും വലുതാകുന്നതാണ്. അപ്പോൾ ഇത് ലാസ്റ്റ് ഘട്ടം എത്തി നമ്മളുടെ. ഇത് കണ്ട. ഇതിലൊക്കെ ഏകദേശം ഓരോ പുഴുക്കേടൊക്കെ വന്നിട്ടുണ്ട്. ചിലതിലൊക്കെ ഇതിന് ചേച്ചി അടുത്ത പ്രൂണിങ് എന്നാണ് ചെയ്യുക? എങ്ങനെയാണ് ഇതിപ്പോൾ കംപ്ലീറ്റ് കായ് നമ്മൾ ഓണം കഴിയുമ്പോൾ ഓണം വരെ ഇത് നിർത്തും ഞാൻ. കാരണം എനിക്ക് ഓണത്തിന് ഇതിൽ നിന്ന് വഴുതനങ്ങ കിട്ടും. സാമ്പാറിനുള്ളതും അത്യാവശ്യം അയൽവക്കംകാർക്ക് കൊടുക്കാനുള്ളതൊക്കെ ഇതിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഓണം വരെ നിർത്തിയിട്ട് ഓണം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ സെക്കൻഡ് സ്റ്റേജ് കൃഷി ഇറക്കുന്ന ഒരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇത് പ്രൂൺ ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഒരു കൊട്ട കായ കിട്ടിയില്ലേ.
സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ വഴുതന പ്രൂൺ ചെയ്യുന്ന വീഡിയോ കണ്ടു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നോക്കൂ, നിങ്ങൾ അത് ഒരു 4 വർഷത്തോളം ഒരു തൈയിൽ നിന്ന് തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഇത്രത്തോളം വഴുതന കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഇത് പല ആളുകളും ചെയ്യാറില്ല. ചിലപ്പോൾ നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കൃഷിഭവനിൽ നിന്നൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന വിത്ത് മുളപ്പിച്ചതോ അല്ലെങ്കിൽ ആ തയ്യോ നമ്മൾ വെക്കുന്നു. ഒരു പ്രാവശ്യം നമ്മളിതിനെ വിളവെടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ വഴുതന തൈ നശിച്ചു പോകുന്നു. ഇതാണ് സാധാരണ നമ്മളെല്ലാവരും ചെയ്യാറുള്ളത്. നോക്കൂ, ഇതെല്ലാവരും പരീക്ഷിക്കണം. നമ്മുടെ കാർഷിക മേഖലയിൽ ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല അറിവുകൾ നമ്മളറിയാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിക്കുക. കഴിയുന്നത്ര നമുക്കൊരു മദർ പ്ലാന്റിൽ നിന്ന് തന്നെ കിട്ടാവുന്ന അത്രയും ഫലങ്ങൾ നമ്മൾ ശേഖരിക്കുക. അതുപോലെ തന്നെ ഇത്തരം പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നമുക്ക് സുരക്ഷിതമായിട്ട് കഴിക്കാൻ കൂടി പറ്റുന്ന രീതിയിൽ ആണല്ലോ. അതായത് നമ്മൾ വേറെ വളങ്ങളോ രാസവളങ്ങളോ സംഭവങ്ങളോ ഒന്നും ചേർക്കാതെ ഇത്ര നല്ല രീതിയിലൊരു വഴുതനയെ പ്രൂൺ ചെയ്ത് ഒരു 4 വർഷത്തോളം ഈ വിളവെടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കുക. നമ്മൾക്ക് തന്ന സപ്പോർട്ടോട് കൂടി, ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടോടും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവുക. നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ ഒട്ടും വൈകാതെ വീണ്ടും കാണാം.